ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബിയുടെ കള്ളത്തരം, അതായത് ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യം അബി തന്നെ മറച്ചു വെച്ച് നവ്യയുടെ ഉള്ളിലെ വിഷയം എല്ലാം കുത്തിക്കയറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നവ്യ അതൊക്കെ വിശ്വസിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം നവ്യയ്ക്ക് തന്നെ മനസ്സിലാകാണ് കേട്ടോ അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ള കാര്യം. അങ്ങനെ ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന് അനഘ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ അബിയുടെ മനസ്സിലെ ആ ദുഷ്ടതയും മനസ്സിലാക്കുകയാണ് കേട്ടോ നവ്യ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബി ആകെപ്പാടെ വല്ലാതായിരിക്കുകയാണ്. അബിക്ക് മനസ്സിൽ മുഴുവൻ ടെൻഷനാണ്. എന്താണെന്ന് വെച്ചാൽ ചന്തുമോളുടെ കാര്യം ആലോചിച്ചിട്ടാണ്. കാരണം ഇങ്ങനൊരു സംഗതി ഉണ്ടായിട്ട് പോലും ആദർശ് അവിടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ അബി പല പ്രാവശ്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. ആദർശിന് എന്തായാലും ഉറപ്പാണ് ആദർശിൻ്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യം. പക്ഷെ ആദർശ് അതിനെ എതിർക്കൊന്നും ചെയ്യുന്നില്ല. സ്വന്തം മോളായിട്ട് തന്നെ ചന്തുമോളെ അംഗീകരിച്ചങ്ങ് വളർത്താണ്. അത്രയ്ക്കൊരു വിശാല മനസ്കതയൊക്കെ ആദർശിനുണ്ടാവുമോ എന്ന് അബി ഇങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് അബി തന്നെ വിചാരിക്കുന്നുണ്ട്, ഇവനിനി എന്തെങ്കിലും എൻ്റെ കള്ളത്തരം പിടികിട്ടിയിട്ടുണ്ടാവുമോ, ഞാൻ തന്നെയാണ് ചന്തുവിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം ഇവന് മനസ്സിലായിട്ട് ഇനി എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാവോ ഇവനിങ്ങനെ ഈ മറച്ചു പിടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അവനും അവൻ്റെ ഭാര്യ അമ്മയൊക്കെ ഒന്നാണല്ലോ. ചന്തുമോളോട് ഒരു വെറുപ്പ് പോലും ഇല്ല. ഇതിലെ സത്യാവസ്ഥ തെളിയണമെന്ന് ഇവർക്ക് ആർക്കും ഇല്ല. മുത്തശ്ശനും മുത്തശ്ശിയും പോലും അത് ശ്രമിക്കുന്നില്ല. മുത്തശ്ശൻ വിചാരിച്ച ഒരു DNA ടെസ്റ്റിലൂടെ ചന്തുവിൻ്റെ അച്ഛനെ കണ്ടെത്താനൊക്കെ പറ്റും. പക്ഷെ മുത്തശ്ശൻ അങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ചിട്ട് സംസാരിക്കുന്നേ ഇല്ലല്ലോ. ഇതിലെന്തോ ചതിയുണ്ടെന്ന് അബിക്ക് മനസ്സിലാകാണ് കേട്ടോ. അബി അങ്ങനെ അബിയുടെ കൂട്ടാളികളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ പറയണം. ആ അനഘ, അവൾ ഇനി സംസാരിക്കാനൊന്നും പാടില്ല. അവൾ കൂടി ഇനി എന്തെങ്കിലും സംഭവമായാൽ ഇവിടെ എല്ലാം തീരും. ഇപ്പം നവ്യയ്ക്ക് മാത്രമേ ഉള്ളൂ ഇതറിയാത്തതെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാം. അപ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നുണ്ടേ, അതെങ്ങനെയാ, നിൻ്റെ മുത്തശ്ശനോ ആദർശോ ഒന്നും ഇതിനെ എതിർത്തില്ലല്ലോ. അവരാ കൊച്ചിനെ സ്വന്തം കുഞ്ഞായിട്ട് വളർത്തിയപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്താ നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അതേ അതാ പ്രശ്നം. ആദർശന് എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ, അല്ലെ ചന്തുമോളോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എനിക്ക് അംഗീകരിക്കാമായിരുന്നു. അതേസമയം ആദർശനറിയാം അവൻ്റെ കുഞ്ഞല്ലെന്ന്. പക്ഷേ അവനത് അംഗീകരിച്ച മട്ടാണ്. സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ച് വളർത്താണ്. ഒരിക്കലും ആദർശ് അങ്ങനെ ഒരു പേരുദോഷം കേൾക്കാനൊന്നും ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല എന്നൊക്കെ പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണം, എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം എന്നുള്ള കാര്യമൊക്കെ ആദർശ് പറയുകയാണ് കേട്ടോ അബി. അതേസമയം നവ്യ ആണെങ്കിൽ അങ്ങ് വിചാരിച്ചിരിക്കുന്ന അബി നല്ല പുണ്യാളനാണ്, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിരിക്കുകയാണ്, ആദർശാണ് തെറ്റുകാരൻ എന്നൊക്കെയാണ് കേട്ടോ നവ്യ വിചാരിച്ചിരിക്കുന്നത്. നവ്യയുടെ മനസ്സിൽ മുഴുവൻ ഇങ്ങനെ ദേഷ്യം കിടക്കുകയാണ് ആദർശിനോട്. അങ്ങനെ നോക്കുമ്പോൾ അവർ ചന്തുമോളെ സ്നേഹിക്കുകയും കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോഴേക്കും നവ്യയും ചിന്തിക്കുന്നുണ്ട്, ഇത് എന്താ ഇങ്ങനെ, വല്യമ്മ കൂടെ ഇങ്ങനൊന്നും ആയിരുന്നില്ല, പക്ഷെ ഇപ്പം എല്ലാവരും ഒന്നായിരിക്കുകയാണ്. ചന്തുമോളെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. അത് ആദർശേട്ടൻ്റെ കുഞ്ഞായതുകൊണ്ടാണ്. അതേസമയം ഇത് അബിയുടെ കുഞ്ഞായിരുന്നെങ്കിൽ അവരാരെങ്കിലും ഇതിനെ അംഗീകരിക്കുമായിരുന്നോ, സ്നേഹിക്കുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. അതേസമയം നമ്മുടെ നയനയും ഒക്കെ ക്ഷേത്രത്തിലൊക്കെ പോവാണ്. അപ്പം പുരോഹിതൻ പറഞ്ഞതനുസരിച്ച് വീട്ടിൽ കുറച്ച് പൂജകളൊക്കെ നടത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആദർശനാണെങ്കിൽ സമയം മോശമാണ് എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അങ്ങനെ ദേവയാനിയും നയനയും അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്ന കാണുമ്പോൾ നമ്മുടെ ജലജ ഇത് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജയ്ക്ക് മനസ്സിലാകുകയാണ് കേട്ടോ, നയനയും കൂട്ടിയിട്ട് തന്നെയാണ് ദേവയാനി അമ്പലത്തിൽ പോയിരിക്കുന്നതും രണ്ടുപേരും ഒരുമിച്ച് സ്നേഹത്തോടു കൂടിയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ പിന്നെ ഇനിയൊന്നും അറിയാനില്ല. ജലജയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇനി ദേവയാനിയുടെ വായിൽ നിന്ന് ഇത് വീണ് കിട്ടണം എന്നുള്ള ഒരു കാര്യമുള്ളൂ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അനന്തപുരിയിൽ പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് നയനയാണ് കേട്ടോ. അപ്പം നയന പൂജാമുറിയിൽ പൂജയൊക്കെ നടത്തുമ്പോഴേക്കും ഇവരവിടെ കിടന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. നയന ഇപ്പം എല്ലാം അംഗീകരിച്ച മട്ടാണെന്നൊക്കെ പറയാം. ജലജ പറയുന്നുണ്ട്, ഏടത്തി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇവളുടെ പേര് കേൾക്കുമ്പം തന്നെ കളിച്ച് ചാടി വന്ന ഏടത്തി ഇപ്പം അതൊക്കെ അങ്ങ് മറന്നു. ഇപ്പം നയന എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഞങ്ങളെയെല്ലാം അങ്ങ് പൊട്ടന്മാരായിരിക്കും അല്ലേ, നിങ്ങൾ ഭയങ്കര നാടകം കളിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, അതെ
എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. നേരത്തെ വല്യമ്മയ്ക്ക് നയന എന്ന് പറയുമ്പോൾ എന്തൊരു ദേഷ്യമായിരുന്നു. നയനയും അവളുടെ വീട്ടുകാരെയും കുറ്റപ്പെടുത്താനേ വല്യമ്മയ്ക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊക്കെ വല്യമ്മ എൻ്റെ പക്ഷത്ത് നിന്നു. അതാണ് എൻ്റെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ. ഇവൾക്ക് പോലും സമ്മാനം കൊടുക്കാതെ വല്യമ്മ അത് എനിക്കല്ലേ തന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ അനന്തപുരിയിൽ പിടിച്ചു നിന്നത്. ഇപ്പം വല്യമ്മ കൂടി ഇവളുടെ സൈഡായി കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ പിടിച്ച് നിൽക്കണമെന്നൊന്നും ആഗ്രഹമില്ല എന്ന് പറയാം. അപ്പം ജാനകിയും പറയാം, ശരിയാ, അനാമികയാണ് ഈ വീട്ടിലെ മരുമകളെന്നാണ് ഏടത്തി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ അങ്ങ് മാറിയോ? ഇത്ര പെട്ടെന്ന് ഏടത്തിയുടെ മനസ്സ് മാറാൻ എന്താ കാര്യം? കുറച്ച് ദിവസങ്ങളായി ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഏടത്തിയുടെ മാറ്റം. പക്ഷേ അത് സത്യമാണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതിലൊന്നും പ്രതികരിക്കാതിരുന്നത്. ഏടത്തിക്ക് ഇവളെ രണ്ടാമത് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ തൊട്ട് ഭയങ്കര സ്നേഹമാണ്. അവൾക്ക് വേണ്ടി പ്രത്യേക പലഹാരങ്ങൾ ഉണ്ടാക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്ത് ചോദിച്ചാലും പറയും അവൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആദർശിന് വിഷമാകും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അതുമാത്രമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഇപ്പം വല്ലാതെ നിങ്ങളങ്ങ് അടുത്തിട്ടൊക്കെ ഉണ്ട്. ഒന്നിച്ച് അമ്പലത്തിൽ പോവുകയും വരികയും ഭക്ഷണം കഴിക്കുകയും ഇതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനാ ഏടത്തി ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ നാടകം കളിച്ചത്? ഏടത്തേക്ക് സ്നേഹിക്കണമെങ്കിൽ ആ കരള് തന്ന പെൺകുട്ടിയെ സ്നേഹിച്ചുകൂടായിരുന്നോ? അപ്പോൾ അനാമികയും പറയാം, ശരിയാ വല്യമ്മ, അന്ന് വല്യമ്മയ്ക്ക് കരള് തന്ന പെൺകുട്ടിയെ അന്വേഷിച്ച് ഒരുപാട് നടന്നതല്ലേ. എന്നിട്ട് അതിനെ കണ്ടെത്താൻ പറ്റിയില്ല. അതിനെ സ്നേഹിക്കുകയുള്ളൂ, അതിനെ എല്ലാം കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവളെപ്പോലെ ഒരു ദുഷ്ടയ്ക്ക് ഇവൾ തിരിഞ്ഞു പോലും നോക്കിയോ? വല്യമ്മ ആശുപത്രി കിടന്ന സമയത്ത് ഇവള് വീട്ടിൽ പോയി സുഖവാസത്തിന് നിൽക്കുകയല്ലായിരുന്നോ? അല്ലാതെ ആശുപത്രി പോലും നിന്നിട്ടില്ല. എന്നിട്ടാണോ വല്യമ്മ ഇപ്പം ഇവളെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്? അങ്ങനെ പറയാൻ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അമ്പലത്തിലും കൂടെ ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് വന്നത് ജലജ കണ്ടു കഴിഞ്ഞപ്പോൾ ജലജ അതും കൂടെ എടുത്തിടുക. രണ്ടുപേരും കൂടെ ഒന്നിച്ച് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരുന്നു. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. എന്നിട്ട് ഇപ്പോൾ ഏടത്തി അതെല്ലാം ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറയുമ്പം ഉടനെ തന്നെ നമ്മുടെ ദേവയാനി അങ്ങ് പൊട്ടിത്തെറിച്ച് പറയാണ്, ഇനിയിപ്പോൾ എന്താ, ഒരു രഹസ്യവും നിങ്ങളോട് എനിക്ക് മറച്ചു വയ്ക്കാനില്ല. അനാമിക പറഞ്ഞില്ലേ ഞാൻ സ്നേഹിക്കേണ്ടത് എനിക്ക് കരള് തന്ന പെൺകുട്ടിയാണെന്ന്. എന്നാൽ കേട്ടോ, ഞാൻ ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടന്ന സമയത്തെ എനിക്ക് കരള് തന്ന് എന്നെ സഹായിച്ച, എന്നെ രക്ഷിച്ച എൻ്റെ മോളാണ് ഇവളെന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാ. അപ്പോൾ ഉടനെ ജാനി ചോദിക്കുക, ഇവളോ? ഏടത്തിക്ക് മറ്റേതോ പെൺകുട്ടിയല്ലേ തന്നത്? ഓ, ഇപ്പം ഇവള് ഇത് പറഞ്ഞങ്ങ് ഏടത്തിയെ വശത്താക്കിയിരിക്കുകയാണല്ലേ. ഇവളാണ് കരളും രക്തമൊക്കെ തന്നതെന്ന് വെറുതെ പറയുന്നതാണ് ഏടത്തിയുടെ സിമ്പതി കിട്ടാൻ വേണ്ടി. അപ്പം ജലജയം പറയാം, ശരിയാ, അതങ്ങ് വിശ്വസിച്ചു. അവൾ പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ വിശ്വസിപ്പിക്കാൻ ഇവളുമാർക്കൊക്കെ പ്രത്യേക കഴിവുണ്ടല്ലോ. ഏടത്തി എല്ലാം മറന്നുപോയോ? ഇവളെങ്ങനെയാ ആദർശിൻ്റെ ഭാര്യയായിട്ട് ഈ അനന്തപുരിയിലേക്ക് വന്നതെന്ന്? മുഖം മറച്ച് എല്ലാവരെയും ചതിച്ചും പറ്റിച്ചുമല്ലേ ഇവള് വന്നത്. എന്നിട്ടിപ്പം അവൾക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നോ ഈ വീട്ടിൽ? എന്താ ഞങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കുവാണോ എന്ന് ചോദിക്കുകയാണ് ജലജ. അപ്പോൾ ദേവയാനി പറയാം, ഞാൻ ആരെയും പൊട്ടന്മാരാക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ പക്ഷെ പലരും പൊട്ടന്മാരാക്കാൻ ശ്രമിച്ചു. അത് ഞാൻ കണ്ടെത്തുകയും ചെയ്തു. എനിക്ക് കരള് തന്ന എൻ്റെ മോള് ഇവളാണ്. ഇവളിപ്പോൾ എൻ്റെ മരുമകളല്ല, എൻ്റെ മോളാണ്. ആദർശിനേക്കാളും ഞാൻ ഒരു പക്ഷേ ഇവളെയാണ് സ്നേഹിക്കുന്നത്. ഇവൾ ഈ വീട്ടിലില്ലാതെ ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഇവൾ ഇനിയിപ്പം നന്ദാവനത്തിലേക്ക് പോയാൽ ഞാനും അങ്ങോട്ട് പോകും എന്ന് പറയാം. അപ്പം വായിൽ കൈവച്ച് പോവുകയാണ് കേട്ടോ ജലജയും ജാനകിയൊക്കെ. എന്നിട്ട് അനാമിക എടുത്തടിച്ച പോലെ ചോദിക്കുന്നുണ്ട്, അപ്പം ഇതായിരുന്നു ഇവിടുത്തെ കളി? കുറച്ച് ദിവസങ്ങളായല്ലേ ഈ കളി തുടങ്ങിയിട്ട് എന്നൊക്കെ ചോദിക്കുക. വല്യമ്മ ഇല്ലാതെ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അനിയുമായിട്ട് ഇത്രയധികം പ്രശ്നമുള്ളപ്പോഴും വല്യമ്മ എനിക്ക് സപ്പോർട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ നിന്നത്. ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വല്യമ്മ എന്ന് അറിഞ്ഞ നിമിഷം മുതൽ എനിക്കതൊന്നും സഹിക്കാനേ പറ്റുന്നില്ല എന്ന് അനാമിക പറയുക. അപ്പം ഉടനെ ദേവയാനി പറയുന്നുണ്ട്, അനാമിക മോളെ, നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ അങ്ങ് മറന്നേക്കാ കാര്യങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളല്ലേ എൻ്റെ മകൻ്റെ ഭാര്യ. അവളെ അങ്ങനെ വെറുക്കാൻ പറ്റുമോ? ജാനകി, നിൻ്റെ മകൻ്റെ ഭാര്യയെ നിനക്ക് വെറുക്കാൻ പറ്റുമോ? നീ അവൾക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ ചെയ്തു കൊടുക്കുന്നില്ലേ? അതുപോലെ എനിക്കും നയനയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തല്ലേ പറ്റുള്ളൂ. അവളും ആദർശം സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണണ്ടേ എനിക്ക് എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ജലജ പറയണം, സന്തോഷമായിട്ട് ജീവിക്കാൻ ഒരു കൊച്ചുകൂടി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ആദർശിൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായ സന്തതി. അതിനെയും ചേർത്ത് നിങ്ങൾ 3 പേരും കൂടെ സന്തോഷത്തോടെ സുഖത്തോടെ അങ്ങ് ജീവിച്ചു എന്ന് പറയുമ്പോൾ ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് ദേവയാനി പറയാണ്, ജാനകി നീ ഇപ്പം പറഞ്ഞത് പറഞ്ഞു. ചന്തുമോളെ കൂട്ടി ഒരു കാര്യവും നിനക്ക് പറയാൻ അവകാശമില്ല. ചന്തുമോൾ ആദർശിൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായതാണോ അല്ലാതെ ഉണ്ടായതാണോ എന്നൊന്നും ഉള്ളത് ഇവിടെ വിഷയമല്ല. ചന്തുമോളെ ഞങ്ങൾ സ്വന്തം കുഞ്ഞായിട്ട് തന്നെ ഇവിടെ വളർത്തുക. എൻ്റെ പേരക്കുട്ടിയായിട്ട് തന്നെ ഞാൻ അവളെ ഇവിടെ വളർത്തുന്നത്. അതിനാരും എതിർത്തുകൊണ്ട് എൻ്റെ അടുത്ത് വരേണ്ട കാര്യമില്ല.
അച്ഛനും അമ്മയ്ക്കും യാതൊരു എതിർപ്പുമില്ല. പിന്നെ നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? അങ്ങനെ ഏകദേശം എല്ലാ കാര്യങ്ങളും അനന്തപുരിയിൽ വെളിവാകുകയാണ് കേട്ടോ. ദേവയാനിക്ക് കരള് കൊടുത്തത് നയനയാണെന്നും ഒക്കെ അറിയാണ്. അപ്പം നമ്മുടെ അനാമിക വീണ്ടും വരികയാണ് ദേവയാനിയുടെ അടുത്ത്. എന്നിട്ട് പറയാ, വല്യമ്മ ഇങ്ങനെ മാറിപ്പോയാലേ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് വല്യമ്മ ഓർക്കുമ്പോൾ സിമ്പതി തോന്നുകയാണ്. കാരണം അവളുടെ വാക്ക് വിശ്വസിച്ച് വല്യമ്മ അവളെ അങ്ങ് സ്വീകരിച്ചില്ലേ എന്ന് ചോദിക്കുക. എന്ത് വാക്ക് വിശ്വസിക്കാനാ അനാമികയെ? ഞാനിതൊക്കെ നേരിട്ട് പോയി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഇനിയിപ്പം നിന്നെയൊന്നും വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. അപ്പോൾ അനാമിക പറയാം, എന്ത് നേരിട്ട് കണ്ടെന്നാ? അഥവാ ഇനി ഇവള് വല്യമ്മയ്ക്ക് കരള് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവിടുത്തെ സ്വത്തും ധനവും ഒക്കെ മോഹിച്ചിട്ടാ, അല്ലാതൊന്നും അല്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, കരള് തന്നത് അവളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം വല്യമ്മയ്ക്ക് അവളോട് പ്രത്യേക സ്നേഹം. ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അവളത് ചെയ്തത്. അതുപോലെ മുത്തച്ഛനും മുത്തശ്ശിയും ആദർശേട്ടനും എല്ലാം അവളെ സ്നേഹിക്കണം. ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾ മുഴുവൻ അവൾക്ക് കിട്ടണം. അല്ലാതെ നന്ദാവനത്തിൽ പോയി നിന്നിട്ട് അവൾക്ക് കാര്യമുണ്ടോ? അല്ലാതെ ഒന്നിനും വേണ്ടിയിട്ടല്ല, വല്യമ്മയോട് സ്നേഹം ഉണ്ടായിട്ടും അല്ല അവളത് ചെയ്തത് എന്ന് പറയാം. അപ്പോൾ ഉടനെ ദേവയാനി ചോദിക്കുക, അനാമികയെ നിനക്കും ആകാരുന്നല്ലോ, നീ എനിക്ക് രക്തം പോലും തന്നില്ല, കരളും തന്നില്ല, അതെന്താ നീ അത് ചെയ്യാതിരുന്നത്? നിനക്ക് ഈ സിമ്പതി സ്നേഹമൊന്നും വേണ്ടേ? അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാം, വേണ്ട, ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് വല്യമ്മേ. പല പ്രാവശ്യം എനിക്ക് വേണമെങ്കിൽ ചെയ്യായിരുന്നു, എന്നിട്ട് വല്യമ്മയുടെ സിമ്പതി വാങ്ങി ഇവിടെ റാണിയായിട്ട് വാഴായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് വേണ്ടെന്ന് തന്നെ പറയുക ചെയ്തതെന്നൊക്കെ പറയുക. പക്ഷേ അനാമികയെ എതിർത്ത് വിടുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. അനാമിക ഈ വിവരം അങ്ങ് അറിഞ്ഞു കഴിയുമ്പോഴേ ഫോൺ എടുത്തുകൊണ്ട് ഓടുകയാണ്. എന്താ വീട്ടിൽ വിളിച്ചിട്ട് ദേവതയോടും വേണുവിനോടും ഇത് പറയണ്ടേ? അവിടെ ചെന്ന് നേരെ വിളിച്ചിട്ട് പറയാണ്, അച്ഛാ ഒരു കാര്യമുണ്ട് അച്ഛാ, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ അനന്തപുരിയിൽ നിൽക്കുന്നതിന് തന്നെ ഒരു അടിസ്ഥാനവും ഇല്ലയെന്ന് പറയാം. അപ്പോൾ വേണു ചോദിക്കുക, എന്താ മോളെ, എന്താ അനി നിന്നെ ഇറക്കി വിട്ടോ? അനി എന്നെ ഇറക്കി വിട്ടൊന്നും അല്ല, അതാണെപ്പോലും എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ല. അപ്പം ദേവതി പെട്ടെന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുക, എന്താ മോളെ, എന്താ അവിടെ പ്രശ്നം? എന്തെങ്കിലും പുതിയ പ്രശ്നം ആ നയനെ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പം പറയാം, പിന്നെ പ്രശ്നമല്ലേന്ന് നിങ്ങളൊക്കെ പറഞ്ഞില്ലേ, ആ വല്യമ്മയെ, അതായത് ആദർശേട്ടൻ്റെ അമ്മയെ സ്നേഹിച്ച് കൂടെ നിൽക്കണമെന്ന്, അവരുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റണമെന്ന്, അതിനൊക്കെ വേണ്ടി അവരെ സോപ്പിട്ട് തന്നെയാണ് ഞാൻ നിന്നത്. ഒരു പരിധി വരെ അതൊക്കെ നേടുകയും ചെയ്തു. അവരെനിക്ക് സമ്മാനങ്ങളൊക്കെ തന്നിട്ടുമുണ്ട്. പിന്നെ അവരുടെ മരുമോളും നായനെയും അതുപോലെ ആ നവ്യയും പ്രത്യേകിച്ച് നന്ദുവിനെയും ഒക്കെ എതിർത്ത് അവർ സംസാരിക്കുമ്പോൾ എനിക്ക് അവരോട് ഭയങ്കര സ്നേഹമായിരുന്നു, ബഹുമാനമായിരുന്നു. ദേ ഇപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് പറയുക. അപ്പോൾ വേണു ഫോൺ പിന്നെ മേടിക്കുക. എന്നിട്ട് ചോദിക്കുക, എന്താ മോളെ, എന്താ ദേവയാനിക്ക് ഇപ്പോൾ എന്താ പ്രശ്നം? ദേവയാനി നയനെ സ്നേഹിക്കാൻ തുടങ്ങിയോ എന്നുള്ളത് മാത്രമല്ല അച്ഛാ ഇതിൻ്റെ അകത്തെ ട്വിസ്റ്റ്. എന്താന്ന് വെച്ചാലേ, നയനെയാണ് വല്യമ്മയ്ക്ക് കരള് കൊടുത്തതെന്ന്. ആ കാര്യം അങ്ങ് അറിഞ്ഞു വല്യമ്മ. അവളാണോ കരള് കൊടുത്തത്? ദേവയാനിക്ക് കരള് കൊടുത്തത് നയനെയാണോ? നീ പറയുന്നത് സത്യമാണോ? അതെ, ആ വല്യമ്മയ്ക്ക് കരള് കൊടുത്തത് നയനയാണ്. എന്നിട്ട് അവരും ഇതൊന്നും പുറത്തു പറയാതെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഇത് വല്യമ്മ തന്നെ അന്വേഷിച്ച് കരള് കൊടുത്ത പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. നമ്മൾ അന്നൊരു പ്ലാൻ ഇട്ടതല്ലേ, കരള് കൊടുത്ത പെൺകുട്ടി എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ പണം അടിച്ചു മാറ്റണമെന്ന്. ഈ നയനയ്ക്കെന്ന് പറയുന്നവർക്ക് പണമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ വല്യമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ അല്ല, മകള് തന്നെ അവള്. ഇനിയിപ്പം ഞാൻ അവിടെ പിടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഇത്രയും നാളും അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ അവിടെ നിന്നതെന്ന് പറയുമ്പോൾ രേവതി പറയുക, ദൈവമേ, അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മോളെ, നിൻ്റെ കരളിൻ്റെ ഒരു ഭാഗം ഒന്ന് അവർക്ക് കൊടുക്കാൻ, ഒരു ശകലം കരൾ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം നിന്നോട് അവർക്ക് എന്ത് സ്നേഹമായേനെ. അവരുടെ സ്വത്തുക്കളും ആ കോടികളും എല്ലാം നിനക്ക് കിട്ടിയേനെ. അപ്പം അത് പറയുമ്പോൾ നീ അനുസരിച്ചോ? എനിക്കതിനൊന്നും പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. കരളും കിഡ്നി രക്തമൊന്നും കൊടുത്തിട്ട് ആരുടെയും സ്നേഹവും സ്വത്തും ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ ജീവൻ തന്നെയായിരുന്നു വലുത് എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ രേവതി പറയാണ്, അങ്ങനെ ജീവൻ തന്നെ വലുതായതുകൊണ്ടല്ലേ ഇപ്പം അവൾ കാര്യം കണ്ടത്. അതേ അമ്മേ, അവളും ഈ രഹസ്യത്തിന് വേണ്ടി തന്നെയായി ഇതൊക്കെ സാധിച്ചു കൊടുത്തത്. കാരണം ഇപ്പം കരൾ കൊടുത്തത് കാരണം അവളല്ലേ എല്ലാവരുടെയും പ്രിയപ്പെട്ടത്. ഇപ്പം വല്യമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ അവൾ തന്നെയാണ്. അതുകൊണ്ട് അവളെ അവരങ്ങ് സ്നേഹിച്ച് കൊല്ലുമല്ലേ. ഇനിയിപ്പം സ്വത്തുക്കൾ മുഴുവൻ അങ്ങ് കിട്ടുമല്ലോ. ആ ഒരു സ്വത്തുക്കളൊക്കെ ഓർത്തിട്ട് മാത്രമാണ് ഇവൾ ഈ കരളങ്ങ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കും. അതേസമയം അബിയും നവ്യയും കൂടെ ഭയങ്കര സ്നേഹത്തിലാണ്. കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അബി കുഞ്ഞിനോട് പറയുന്നുണ്ട്, മോനെ അനന്തപത്മനാഭ, നീ ഈ അനന്തപുരിയിലെ രാജകുമാരനാണ് എന്ന് പറയാണ്.
അപ്പം നവ്യ പറയാണ്, അത് നമ്മുടെ കുഞ്ഞിന് അർഹതപ്പെട്ടതൊന്നും അല്ലല്ലോ, നിൻ്റെ അമ്മ അനന്തപുരിയിലെ ഒന്നും അല്ലല്ലോ, അപ്പം പിന്നെ ഇവനും അതുപോലെ തന്നെയല്ലേ വരുവുള്ളൂ എന്ന് പറയാണ്. അപ്പം അഭി പറയാ, അതെന്താ നവ്യ നീ അങ്ങനെ പറഞ്ഞത്? അമ്മ അങ്ങനെ ഈ കുടുംബത്തിലെ അല്ലെങ്കിലും ഇവിടുത്തെ മകളായിട്ട് തന്നെയാണ് അമ്മയെ മുത്തശ്ശൻ വളർത്തിയത്. ഞാനും അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ അമ്മയുടെയും കയ്യിലിരിപ്പ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായെങ്കിലേ ഉള്ളൂ. നമ്മുടെ മോൻ ഏതായാലും അങ്ങനെയൊന്നും ആവില്ല. ഇവൻ ഇവിടുത്തെ രാജാവാകും, ആദർശിൻ്റെ കുഞ്ഞിനേക്കാളും മുന്നിലെത്തും എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയാണ്, ദേ ഇപ്പം തന്നെ ഇവനെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ആ ചന്തുമോള് മതി എല്ലാവർക്കും. അങ്ങനെയുള്ളപ്പോഴാണ് ഇനി ഇവൻ രാജാവാകാൻ പോകുന്നത്. നീ കണ്ടോ, ചന്തുമോളെ നമ്മൾ ഒഴിവാക്കും. ചന്തുമോളി കുടുംബത്തിലെ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ അവളെ നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യും. നമ്മുടെ മോൻ തന്നെയായിരിക്കും ഇവിടുത്തെ രാജകുമാരൻ എന്നൊക്കെ അഭി നവ്യയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട് കേട്ടോ, ഇപ്പോഴും അവർ ചന്തുമോളെയും കൊണ്ടാണ് നടക്കുന്നത്. പിന്നെ എല്ലാവരും ഒരു കാര്യം പറഞ്ഞു, അഭി അറിഞ്ഞോ എന്ന് ചോദിക്കുക. അപ്പോൾ അഭി പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തി കരൾ കൊടുത്തെന്നല്ലേ വല്യമ്മയ്ക്ക് അമ്മ എന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിനക്കിത് അറിയില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നവ്യ ആകെപ്പാടെ ഉരുണ്ട് കളിക്കുകയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, നിനക്കും അറിയായിരുന്നു, നീ എന്നിട്ട് പറയാതിരുന്നല്ലേ. നയനെയാണല്ലേ വല്യമ്മയ്ക്ക് കരൾ കൊടുത്തത്. എന്നിട്ട് ഇത്രയും നാളും അത് പുറത്തു പറയാതെ അതൊക്കെ മറച്ചു വെച്ച് അവർ അഭിനയിക്കുകയായിരുന്നു. വല്യമ്മ ആള് കൊള്ളാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ആണ് അബിക്ക് ഒരു കോള് വരിക. അപ്പോൾ അബിക്ക് ഈ ഫോൺ വരുന്ന കാണുമ്പോഴേ അബി അത് എടുത്തിട്ട് ഞെട്ടിയെടുത്ത് മാറി നിൽക്കുകയാണ് കേട്ടോ. അബിയുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് വിളിക്കുന്നത്. ഈ കള്ളത്തരങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുന്ന ഒരു സുഹൃത്ത് വിളിക്കുകയാണ് അബിയെ. അപ്പം മാറി നിന്നിട്ട് അബി സംസാരിക്കുകയാണ്. അപ്പം നവ്യാണെങ്കിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുക. അപ്പോഴാണ് അബി ചോദിക്കുന്നത്, എന്താടാ വിളിച്ചത്, ഇപ്പം എന്താ പ്രത്യേകിച്ച് നീ വിളിക്കാനായിട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അത് ഈ രാത്രിയിൽ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അത് വേറൊന്നും അല്ല, ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് പറയാം. എന്താ, എന്തെങ്കിലും മാറ്റം ഉണ്ടായോ അനഘയ്ക്ക്? ചെറുതായിട്ട് മാറ്റമുണ്ട്. അവളുടെ കൈകളും കാലുകളും ഒക്കെ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വന്ന് ഇവിടെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ അവളെ നോക്കാൻ നിൽക്കുന്ന ആ ജോലിക്കാരിയാണ് ഈ കാര്യമൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം സാറേ എന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് നല്ലൊരു ലക്ഷണമൊന്നും അല്ലല്ലോ. അവളുടെ കൈയും കാലും അനങ്ങാൻ തുടങ്ങിയെങ്കിൽ ഇനി അവൾ സംസാരിക്കാനും തുടങ്ങുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴാണ് നവ്യ അതുവഴി പോകുന്നത്. അപ്പം നവ്യ അബിയുടെ ആ പരിങ്ങലും പരിഭ്രമവും ഒക്കെ കണ്ടിട്ട് ശ്രദ്ധിച്ച് നിൽക്കുകയാണ് കേട്ടോ. നവ്യക്ക് എപ്പോഴും അബിയെ ഒരു സംശയം ഉണ്ടല്ലോ. അതനുസരിച്ച് നവ്യ ഇങ്ങനെ നിൽക്കുമ്പോൾ അബി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അവൾ കൈയും കാലും ഒക്കെ അനക്കാൻ തുടങ്ങിയോ? ഇതിപ്പം നമുക്ക് പ്രശ്നമാവുമല്ലോ. അവളുടെ നാവെങ്ങാൻ ചലിച്ച അവൾ ചന്തുമോളുടെ അച്ഛൻ ഞാനാണെന്ന് പറയും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മുത്തശ്ശൻ ഇതെങ്ങാനും അറിഞ്ഞാൽ പിന്നെ എന്നെ ഈ അനന്തപുരി തറവാടിൻ്റെ 5 കിലോക്ക് തടിപ്പിക്കത്തില്ല. ഇപ്പം ആദർശൻ്റെ തലയിൽ വച്ച് കെട്ടി കൊടുത്തിരിക്കുക ആ പദവി. അതിനിപ്പം എൻ്റെ തലയിലേക്കായ നവ്യ കുഞ്ഞിനെ എടുത്ത് ഇവിടുന്ന് പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയല്ല, അവൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടാൻ പോകുന്നതെന്നും അറിയില്ല. അതുകൊണ്ട് ചന്തുമോളെ ഇല്ലാതാക്കണം. അതുപോലെ തന്നെ അനഘ ഇനി ജീവിച്ചിരിക്കേണ്ട, അത് നമുക്ക് തീരുമാനിക്കാം. ഞാനിപ്പം അങ്ങോട്ട് അനഘയുടെ വീട്ടിലേക്ക് വരാം. അവിടുത്തെ ജോലിക്കാരി അവിടെ ഇല്ലേന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവരിവിടെ ഉണ്ട്. അവരുണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ലടാ, അവരെ ഒന്ന് മയക്കി വീഴ്ത്തിയച്ചാൽ മതി എന്ന് പറയുകയാണ്. എന്തെങ്കിലും ഒന്ന് തലക്കടിച്ചോ വല്ല അവരെ അങ്ങ് വീഴ്ത്തിയാൽ നമുക്ക് കാര്യം സാധിച്ചിട്ട് പോരാന്ന് പറയാം. ഞാനും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അബി പോകാൻ ഇറങ്ങുന്ന വെപ്രാളപ്പെട്ട് ഇറങ്ങുന്ന കാണുകയാണ്. അപ്പം നവ്യയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. നവ്യയുടെ മനസ്സിൽ ഇതിങ്ങനെ നിൽക്കാം. നവ്യ മനസ്സിൽ വിചാരിക്കുക, ഇവൻ ഇത്രയും ദുഷ്ടനായിരുന്നല്ലോ, ഇവനാണല്ലോ ചന്തുമോളുടെ അച്ഛൻ, എന്നിട്ടും ആദർശ് ഇതെല്ലാം ഏറ്റെടുത്തല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. ചുമ്മാതല്ല ആദർശേട്ടനും നയനയും ഒന്നും പറയാതെ ഇങ്ങനെ നിന്നത്. ഇത്രയൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടും അവർ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല ഇതിനെക്കുറിച്ചിട്ട്. അബി അവൻ്റെ തനി സ്വഭാവം കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ പറയാം. അപ്പോഴാണ് നമ്മുടെ അബി ഇറങ്ങി പോകുമ്പം ചോദിക്കുകയാണ് നവ്യ, എവിടെ പോവാ അബി, നീ എന്താ ധൃതി വെച്ച് പോരുന്നേ, ആരാ ഇന്ന് ഈ സമയത്ത് നിന്നെ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അത് എൻ്റെ ഒരു കൂട്ടുകാരൻ, എനിക്കൊരു അത്യാവശ്യമുണ്ട്, ഞാൻ ഒരിടം വരെ പോവാണെന്ന് പറയാം. പെട്ടെന്ന് നവ്യയ്ക്ക് തോന്നുക കേട്ടോ, ഇവനെ ഒന്ന് പിന്തുടർന്ന് പോയി അനഘയുടെ വീട്ടിൽ ചെന്നാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കുകയാണ്. ഉടനെ തന്നെ നവ്യ ഓടിച്ചെന്ന് നയനയോട് പറയുക, പിണക്കമൊക്കെ മറന്ന് പറയുക, നയനെ എനിക്ക് പുറത്ത് വരെ ഒന്ന് പോകണമായിരുന്നു, നീ കുഞ്ഞിനെ ഒന്ന് നോക്കുമോ എന്ന് ചോദിക്കുക. അപ്പം നയന പറയുന്നുണ്ട്, എന്തിനാ ചേച്ചി ഈ സമയത്ത് ഇപ്പോൾ ചേച്ചി പുറത്ത് പോകണ്ടേ, അതിൻ്റെ ആവശ്യമില്ലല്ലോ, അത് അബി ഉണ്ടല്ലോ എന്ന് പറയാണ്. അല്ല, അബി ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യത്തിന് പോകണം എന്ന് പറയണം, നീ ഒരു 10 മിനിറ്റ് കുഞ്ഞിനെ ഒന്ന് നോക്ക് എന്ന് പറയാം. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് നയന അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നവ്യയുടെ പോക്കൊക്കെ കണ്ടിട്ട് നയനയ്ക്കും എന്തോ ഒരു പന്തികേടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ.
നവ്യ അബിയുടെ പുറകെ തന്നെ ഒരു ഓട്ടോയൊക്കെ വിളിച്ചങ്ങ് പോയി അനഘയുടെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ അനഘയുടെ വീട്ടിൽ ചെല്ലുമ്പം സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അനഘയുടെ ജോലിക്കാരിയുടെ തലക്കടിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് അബിയും അവൻ്റെ കൂട്ടുകാരും കൂടെ അനഘയെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തലേണ വെച്ച് മുഖത്ത് അമർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ നവ്യ അങ്ങോട്ട് ചെല്ലുന്നത്. നവ്യ പേടിച്ചു പറിച്ച് ചെല്ലുമ്പം കാണുന്നത് അനഘയുടെ വായുമൂക്ക് പൊത്തിപ്പിടിച്ച് തലേണ വെച്ച് അമക്കിയിരിക്കുകയാണ്. ജോലിക്കാരിയാണെങ്കിൽ തലയ്ക്ക് അടിയേറ്റ് വീണ് കിടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ ഒച്ചയിടാൻ പോവാണ്. അന്നേരത്തേക്കും അബി പെട്ടെന്ന് കാണുവാണ് നവ്യെ. എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത്, നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നവ്യ ജീവഭയം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. ഓടുമ്പോൾ അബി പറയുന്നുണ്ട്, ദേ അവള് വന്ന് കണ്ടല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, എല്ലാം തീർന്നു, അവളെ എങ്ങാനും അങ്ങ് തട്ടിക്കളഞ്ഞാലോ എന്നൊക്കെ അവർ പറയുക. അതേസമയം നമ്മുടെ നവ്യ ഓടി അനന്തപുരിയിൽ എത്തുന്നുമുണ്ട് കേട്ടോ. ആകപ്പാടെ വെപ്രാളപ്പെട്ട് വരുന്ന നവ്യയെ കാണുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നവ്യേച്ചി, ചേച്ചി എന്താ ഇത്രയും വെപ്രാളപ്പെട്ട്, എവിടെ പോയതാ? അപ്പോൾ നവ്യയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. ഈ സത്യങ്ങളൊക്കെ ഇനി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അബി എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ഓർത്തിട്ട് നവ്യ ഈ കാര്യങ്ങളൊന്നും പറയുന്നുമില്ല. അബി വന്നു കഴിയുമ്പോൾ അബി പറയുന്നുണ്ട്, ഈ കാര്യം നീ ആരോടും പറഞ്ഞു പോകരുത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിൻ്റെ കുഞ്ഞും കാണില്ല, കുഞ്ഞിനെ ഓർത്ത് നീ ഇതൊന്നും പറയാൻ പോകരുതെന്ന് പറയാം. അപ്പം നവ്യ ഇതൊന്നും മിണ്ടുന്നില്ല. പക്ഷേ നവ്യയുടെ മനസ്സിൽ ആകപ്പാടെ കുറ്റബോധം വരികയാണ് കേട്ടോ. ചന്തുമോൾ അബിയുടെ കുഞ്ഞാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.